ഫ്രണ്ട്സ്, പുതിയതായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ BML ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതൊരു മൾട്ടി ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് BML ലിമിറ്റഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുനിന്ന് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇതിലേക്കാണ് കുറച്ച് വേക്കൻസി വന്നിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവിലേക്കാണ് ഫസ്റ്റ്. സോ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലേക്കാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് കോഡ് വഴിയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് R001 എന്ന് പറയുന്നത് 25 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 4 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ്. ജനറലിൽ 13 വേക്കൻസി, SCക്ക് 3 വേക്കൻസി, STക്ക് 1 വേക്കൻസി, OBCക്ക് 6 വേക്കൻസി, EWSന് 2 വേക്കൻസി. അതിന്റെ ക്വാളിഫിക്കേഷൻ BA or BTech പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രിഫറൻസ് എക്സ്പീരിയൻസിനായിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 29 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ R002 എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് ഉണ്ട്. അത് 1 വർഷത്തെ ടെൻഡർ വെച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അത് ജനറൽ 5 വേക്കൻസി, OBCക്ക് 1 വേക്കൻസിയാണ്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 29 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. R003 എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് 4 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. 27 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ BA or BTech വിത്ത് 60% മാർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് പറയുന്നത് ഫ്രഷേഴ്സിനും 0 up to 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 29 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ R004 എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് 6 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് 1 വർഷത്തേക്കാണ്. 1 year ടെൻഡർ പൊസിഷൻ ആണ് വിളിച്ചിരിക്കുന്നത്. ഇതിന് സെയിം ക്വാളിഫിക്കേഷൻ, സെയിം എക്സ്പീരിയൻസ് ആണ് പറയപ്പെടുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലേക്ക് R005 എന്ന് പറയുന്ന പോസ്റ്റ് കോഡിൽ 10 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 4 വർഷത്തേക്ക്. ക്വാളിഫിക്കേഷൻ BA or BTech വിത്ത് 60% മാർക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് എക്സ്പീരിയൻസ് 0 up to 2 years എന്ന് പറയുന്നുണ്ട്. അതിൽ ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ 29 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി R006 എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് ആണെങ്കിൽ 1 വർഷത്തേക്കാണ്. 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ, സെയിം എക്സ്പീരിയൻസ് ആണ്. 1 year കോൺട്രാക്ട് ബേസിസിൽ 16 വേക്കൻസി, 4 വർഷത്തെ കോൺട്രാക്ട് ബേസിസിൽ 62 വേക്കൻസി. നിങ്ങൾ ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വില്ലിംഗ് ആയിരിക്കണമെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുന്നത്, ഇപ്പം നിങ്ങളിപ്പോൾ 1 ഇയറിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫയിങ് എക്സാം ബേസ്ഡ് ഓൺ BA or BTech നിങ്ങളുടെ പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നിങ്ങളിപ്പോൾ 4 വർഷത്തേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ BA or BTechന്റെ പെർസെൻറ്റേജ് 60% ഉണ്ടായിരിക്കണം. ജനറൽ കാൻഡിഡേറ്റിന്. SC STക്ക് 55% മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഈ 4 വർഷത്തേക്കുള്ളവർക്കാണെങ്കിൽ ഒരു CBT എക്സാം കണ്ടക്ട് ചെയ്യും. അതായത് റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45% ജനറൽ കാൻഡിഡേറ്റിനും 40% SC STക്കും ഉണ്ടായിരുന്നാൽ മാത്രമേ പാസ് ആക്കത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ദെൻ ഇനി സ്റ്റൈഫൻ ഉണ്ട്. ഫസ്റ്റ് ഇയർ 35,000, സെക്കൻഡ് ഇയർ 37,500, അതേപോലെ തേർഡ് ഇയർ 40,000, ഫോർത്ത് ഇയർ 43,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. ഇനി ക്വാളിഫിക്കേഷൻസ്, ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എല്ലാം 7th April 2026 ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ജനറൽ EWS OBC കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഫീസ് 500 രൂപയാണ്. നോൺ റീഫണ്ടബിൾ ആണ്. അതുപോലെ തന്നെ SC ST PWE കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഫീസ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. 1 ഇയർ പൊസിഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സെമസ്റ്റർ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സെമസ്റ്റേഴ്സിന്റെ മാർക്കിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ 4 ഇയർ പൊസിഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറത്തെ ഒരു റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സെലക്ഷൻ ഓർത്തിരിക്കുക. ഇനിയും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അതിന് മുമ്പ് അപ്ലൈ ചെയ്യുക. 7th April 2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് അപ്ലൈ ചെയ്യുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. BML നിന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. താങ്ക് യു.